അഭിഷേക്, ആര്യനാട് വിവാഹ തട്ടിപ്പ് കേസിലെ പ്രതിയായ രേഷ്മയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. അതിന് പ്രകാരം അവർ പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ് അവർ ഇത്രയും വിവാഹം കഴിച്ചത്, അവരെ ജയിലിൽ അടയ്ക്കണം, പുറത്തു വന്നാൽ അവർ ഈ തട്ടിപ്പ് വീണ്ടും തുടരുമെന്നൊക്കെയാണ്. അപ്പം വിവാഹ തട്ടിപ്പ് വലിയ ആദ്യത്തെ സംഭവമൊന്നും അല്ല, പക്ഷേ ഇവരുടെ മൊഴിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. അപ്പം 10 വിവാഹത്തോളം ഒരു വിവാഹം ചെയ്തിട്ടുണ്ട്, 10 പേരെ. അപ്പം എന്താണ് ആ ഒരു കേസിനെ പറ്റി പറയാനുള്ളത്? ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുഖമായിട്ട് നടത്താൻ പറ്റുന്ന ഒന്നാണ് വിവാഹ തട്ടിപ്പ്. പ്രത്യേകിച്ച് നാട്ടിലെ യുവാക്കൾക്ക് പെണ്ണ് കിട്ടാനില്ല എന്നുള്ള പരാതികൾ വ്യാപകമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് ചാകരയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണിപ്പോൾ പിടിയിലായിരിക്കുന്നത്. പക്ഷെ അതുകൂടാതെ തന്നെ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മാട്രിമോണി തട്ടിപ്പുകളാണ്. പലതരത്തിൽ ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലൊക്കെയുള്ള മാട്രിമോണി സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്പുകളുടെ കണക്കെടുത്താൽ അത് എണ്ണിയാൽ തീരില്ല. അത്രയധികമാണ് ഈ മാട്രിമോണിയൽ സൈറ്റുകളുടെ എണ്ണം. ഇപ്പോൾ കഴിഞ്ഞയിടെ തന്നെയാണ് ഒരു പത്തനംതിട്ട സ്വദേശിനിയായ ഒരു യുവതി ഒരു മാട്രിമോണിയൽ സൈറ്റിൽ സ്വന്തം ഫോട്ടോ കണ്ട് അന്തം വിട്ടു. ആ ഒരു പെൺകുട്ടിയുടെ സഹോദരന് വേണ്ടി കല്യാണം ആലോചിക്കുമ്പോൾ മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് കസ്റ്റമർ എക്സിക്യൂട്ടീവ് വിളിച്ച് പറയുകയാണ്, നല്ല പെൺകുട്ടിയാണ്, സഹോദരന് നന്നായിട്ട് ചേരും എന്ന് പറയുന്നത് സ്വന്തം ഫോട്ടോയാണ്. സ്വന്തം ഫോട്ടോ സ്വന്തം സഹോദരനുള്ള പ്രതിശ്രുത വധുവായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്നു. പിന്നീട് നിയമ നടപടികളിലേക്ക് പോവുകയും ആ കേസിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാട്രിമോണിയൽ തട്ടിപ്പുകൾ അക്കാലത്ത് ഉയർന്നു കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനുശേഷമാണിപ്പോൾ ഇത്തരത്തിലൊരു അപൂർവമായി ഒരു പ്രതി തന്നെ പറയുകയാണ്, തന്നെ പുറത്തുവിടരുത്, തനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കല്യാണങ്ങൾ കഴിക്കുന്നത്, തന്നെ പുറത്തുവിട്ടാൽ വീണ്ടും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ താൻ ആവർത്തിക്കും, അതുകൊണ്ട് പുറത്തേ വിടരുതെന്ന്. അപൂർവമായിട്ടായിരിക്കും ഇത്തരത്തിലൊക്കെ ഒരു കുറ്റവാളി അല്ലെങ്കിൽ പ്രതി പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാടാണ്. ഈ രേഷ്മ എന്ന് പറയുന്ന 30 വയസ്സുള്ള പെൺകുട്ടി, ഇവർ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ സ്വദേശിനിയാണ്. ഇവർ 2014 ഡിഗ്രി കാലത്തിനിടെ പരിചയപ്പെട്ട ഒരു യുവാവുമായിട്ടാണ് ഇവരുടെ ആദ്യ കല്യാണം കഴിയുന്നത്. അതൊരു ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ്. അതിനുശേഷം കുറച്ചു കാലം ഇവരോടൊപ്പം കഴിയുന്നു. അതിനുശേഷം 2017 സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു വൈക്കം സ്വദേശിയുമായി ഇവരുടെ കല്യാണം വീണ്ടും കഴിയുന്നു. അതിനുശേഷമാണ് ഈ വിവാഹം കഴിക്കലൊരു ഉപജീവന മാർഗമാക്കി അല്ലെങ്കിൽ വിവാഹം കഴിക്കലൊരു പ്രൊഫഷനാക്കി മാറ്റാൻ രേഷ്മ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ വൈക്കം സ്വദേശിയെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഒരു കോട്ടയം സ്വദേശിയെ കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ടൊരു 10ഓളം വിവാഹങ്ങൾ. അതിനിടയ്ക്ക് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഈ തിരുവനന്തപുരത്തേക്ക് ഈ കേസ് വരുന്നത് തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ ഒരു യുവാവ്. ഇദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പറാണ്, പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം ഏറെക്കാലമായി വധുവിനെ തിരഞ്ഞ് മാട്രിമോണി സൈറ്റുകളിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം, ഈ കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ മെയ് മാസം 29-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു സ്ത്രീ വിളിക്കുകയാണ്. ആ സ്ത്രീ പറയുന്നത്, മാട്രിമോണിയൽ സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു, അപ്പോൾ എൻ്റെ മകൾ ഇങ്ങനെയുണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടി ആണ് ഞാൻ വിളിക്കുന്നത്, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മകളുടെ നമ്പർ അല്ലെങ്കിൽ മകളോട് ഞാൻ താങ്കളെ വിളിക്കാൻ പറയാം എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ഈ സ്ത്രീ ശരിക്കും രേഷ്മ തന്നെയായിരുന്നു. എന്നിട്ട് ഇവർ ഈ നമ്പർ കൈമാറുന്നു. ഈ നമ്പർ കൈമാറിയത് പ്രകാരം ഈ മെമ്പറുമായിട്ട് പിന്നീട് സംസാരിക്കുന്നത് രേഷ്മയാണ്. രേഷ്മ വിളിക്കുമ്പോൾ ആദ്യം സാധാരണഗതിയിൽ പരിചയഭാവത്തിൽ പരിചയപ്പെടാൻ എന്ന പോലെ സംസാരിക്കുന്ന രേഷ്മ പിന്നീട് തൻ്റെ കഥകളുടെ ഒരു കെട്ടഴിക്കും. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ, താൻ ഒരു അഡോപ്റ്റഡാണ്, ഓർഫനാണ്, തന്നെ ദത്തെടുത്ത് വളർത്തുകയാണ് മുൻപ് സംസാരിച്ച തൻ്റെ അമ്മ. അതിനുശേഷം ഇവർക്ക് താൻ കല്യാണം കഴിച്ച് പോകുന്നതിനോട് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ വിവാഹം ചിലപ്പോൾ ബന്ധുക്കാരുടെയോ മറ്റാളുകളുടെയോ ഒന്നും സമ്മതമില്ലാതെ ഒറ്റയ്ക്കായിരിക്കും നടക്കുക. ഈ ഒരു കഥ പ്രത്യേകിച്ച് അവിവാഹിതനായി പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു യുവാവ് കേൾക്കുമ്പോൾ ആദ്യം ആ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് കുട്ടിയെ കൂടി വലിച്ചിടാൻ നോക്കും. അങ്ങനെ അയാൾ ഇട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും വരികയുള്ളൂ. അപ്പോൾ ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ ഇയാൾ പറയുന്നു, തിരുവനന്തപുരത്തേക്ക് പോരൂ, നമുക്ക് കല്യാണം കഴിക്കാം. അതിനു മുമ്പ് ഇവർ പറയുന്നുണ്ട്, ഇവരുടെ അവകാശവാദം എന്ന് പറയുന്നത് ബീഹാറിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണെന്നാണ്. അങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടാനെന്ന വ്യാജേന ഈ കഴിഞ്ഞ മാസം 5-ാം തീയതി 3-ാം തീയതിയാണെന്ന് തോന്നുന്നു, 3-ാം തീയതി കോട്ടയത്തേക്ക് ഈ യുവാവിനെ, തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ യുവാവിനെ കോട്ടയത്തെ ഒരു മാളിലേക്ക് വിളിച്ചു വരുത്തി. ആ മാളിൽ വെച്ച് ഇവർ പരസ്പരം കാണുന്നു. കണ്ടതിന് ശേഷം 5-ാം തീയതി ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്താം, 6-ാം തീയതി എന്നിട്ട് കല്യാണം. എത്ര പെട്ടെന്നാണ് ഒരു കല്യാണം ഉറപ്പിക്കുകയെന്ന് നോക്കുക.
29-ാം തീയതി ഫോണിൽ വിളിച്ചയാൾ 6-ാം തീയതി, ഇപ്പോൾ 6-ാം തീയതി ഈ ആര്യനാട് ഒരു ഓഡിറ്റോറിയം വരെ വാടകയ്ക്കെടുത്താണ് കല്യാണ ഒരുക്കങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ ഇതിലേക്ക് ഈ തിരുവനന്തപുരത്തേക്ക് ഈ പെൺകുട്ടി കൂട്ടുകൊണ്ടുവന്ന ആൾ തന്നെ കോട്ടയം സ്വദേശിയായ തൻ്റെ പ്രതിശ്രുത വരനുമായിട്ടാണ് ഈ തിരുവനന്തപുരത്തേക്ക് ഒരു കല്യാണം കഴിക്കാനായിട്ട് രേഷ്മ എത്തുന്നത്. ഇയാളോടും പറഞ്ഞിരുന്നത് ഈ മാസം 10-ാം തീയതി എന്തോ കല്യാണം കഴിക്കാമെന്നാണ്. അങ്ങനെ കല്യാണം നേരത്തെ ആക്കാം, അത് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിക്കാമെന്ന് ഇയാൾ ഇടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കല്യാണം കഴിക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലെ നട അടച്ചിരുന്നതിനാൽ അന്ന് ആ കല്യാണം നടന്നില്ല. അതിനുശേഷം തൻ്റെ ബന്ധുവീടുണ്ട്, ആര്യനാട് തൻ്റെ ബന്ധുവീടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം, അതുകൊണ്ട് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഈ 10-ാം തീയതി കല്യാണം ഉറപ്പിച്ച കോട്ടയം സ്വദേശിയുമായിട്ട് തിരുവനന്തപുരത്ത് ആര്യനാട്ടേക്ക് വരുന്നു. ആര്യനാട് വന്നതിന് ശേഷം ഇയാളെ പറഞ്ഞയച്ചതിന് ശേഷം ഈ മെമ്പർ ജനപ്രതിനിധിയുടെ അടുക്കലേക്ക് വരുന്നു. തന്നെ ആരാണ് കൊണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് തൻ്റെ ഒരു ബന്ധുവാണ്, ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് ആൾ പോയി എന്ന് പറയുന്നു. അങ്ങനെ ഇദ്ദേഹം ഈ കല്യാണം അധികം ആൾക്കാരെ വിളിച്ചു കൂട്ടിയുള്ള കല്യാണമല്ല. കാരണം പെട്ടെന്ന് 29-ാം തീയതി പരിചയപ്പെട്ട ഒരു യുവതിയെ കല്യാണം കഴിക്കണമെങ്കിൽ ആ നാട്ടിലെ ആൾക്കാരെ എല്ലാവരും വിളിച്ചു കൂട്ടി കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇയാൾ ആ പറ്റുന്ന സമയത്ത് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തു. കാരണം ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു, താലിമാല അടക്കമുള്ള കാര്യങ്ങളൊക്കെ തരപ്പെടുത്തി. അതിനുശേഷം ഉഴമലയ്ക്കലിലെ ആളുടെ ഒരു ജ്യേഷ്ഠൻ്റെ വീട്ടിലാണെന്നാണ് FIR പറയുന്നത്. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കൊണ്ട് ഈ യുവതിയെ സുരക്ഷിതമായി ഏൽപ്പിച്ചു. അതിനുശേഷം ഈ കല്യാണ ഒരുക്കങ്ങളുമായി ഇയാൾ മുന്നോട്ട് പോയി. ഈ സംഭവം ഇവർ പിടിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഈ കല്യാണ ദിവസം രാവിലെ തലേന്ന് ഈ സ്ത്രീ ബ്യൂട്ടി പാർലറിൽ പോകുന്നു എന്ന് പറഞ്ഞു. ബ്യൂട്ടി പാർലറിൽ പോകാനായിട്ട് ഇവരാദ്യം ഇവരോട് കുളിക്കാൻ ആവശ്യപ്പെട്ടു. ഈ പ്രതിശ്രുത വരൻ ഇയാളെ കുളിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇവർ ശുചിമുറിയിൽ കയറി കുറച്ച് നേരം കഥകടച്ചിരുന്നതിന് ശേഷം പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ കുളിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ നേരെ വിതുരയിലുള്ള ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നു. എന്നാൽ ഈ ചെറുക്കന് ഈ പ്രതിശ്രുത വരനെ സംശയം തോന്നുന്നത് ഈ ശുചിമുറിയിൽ ഇവർ കുളിച്ചതുമായി ബന്ധപ്പെട്ട യാതൊരു അടയാളവുമില്ല. അവിടെ വെള്ളമൊഴിച്ചത് പോലും ഒരു ലക്ഷണം അവിടെ കാണുന്നില്ല. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആദ്യമായി സംശയം തോന്നുന്നത്. അങ്ങനെ ബന്ധുക്കാർ, ആ ഈ ജ്യേഷ്ഠൻ്റെ വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കൾ ഈ പെൺകുട്ടിയുടെ ബാഗ് തുറന്ന് പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് 10ഓളം വിവാഹ സർട്ടിഫിക്കറ്റുകൾ. ഇവർക്കുണ്ടായ പക്ഷേ ഒരു ശ്രദ്ധക്കുറവായിരിക്കും. ഇത്തരത്തിലുള്ളൊരു കല്യാണ തട്ടിപ്പിനൊക്കെ പോകുന്ന ആളുകൾ ഈ ബാഗിൽ ഇത്തരത്തിലുള്ള വിവാഹ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പോകുമ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യത ഇനിയെങ്കിലും മുൻകൂട്ടി കാണണം. അപ്പോൾ അങ്ങനെ ഈ സംഭവത്തിൽ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഈ പ്രതിശ്രുതവരനായ പഞ്ചായത്ത് മെമ്പർ നേരെ ആര്യനാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു. അങ്ങനെ ബ്യൂട്ടി പാർലറിലേക്ക് പോയ യുവതിയെ വരവേറ്റത് പോലീസ് സംഘമാണ്. അങ്ങനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നു. ഇവർ ഏപ്രിൽ 10-ന് വിവാഹം കഴിച്ച ആളോടൊപ്പമാണ് നിലവിൽ ഇവരുടെ അമ്മയും കുഞ്ഞും താമസിക്കുന്നത്. ഇവർ ഏറ്റവും അധികം കൂടുതൽ കാലം വിവാഹബന്ധം തുടർന്നത് ഒരു കൊല്ലം സ്വദേശിയുമായിട്ടാണ്. ഈ വിവാഹബന്ധം ഏകദേശം 3 വർഷത്തോളം തുടർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഒരു ബന്ധത്തിലായിരിക്കാം ഒരുപക്ഷെ കുട്ടി ഉണ്ടായിരിക്കുന്നത്. ഈ 10ഓളം വിവാഹബന്ധത്തിൽ ഒരു കുട്ടിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി അമ്മയോടൊപ്പം ഏപ്രിൽ 10-ന് വിവാഹം കഴിച്ച വ്യക്തിയോടൊപ്പമാണ് താമസിക്കുന്നത്. ഒരുപക്ഷെ ആൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല ഇവർ ഇത്രയധികം വിവാഹം കഴിച്ച് വീണ്ടും ഒരു വിവാഹത്തിന് പോയിരിക്കുകയാണെന്നുള്ള കാര്യം ഒരുപക്ഷെ ആൾക്ക് അറിവുണ്ടായിരിക്കില്ല. പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ തന്നെ ഈ 10ഓളം വിവാഹങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്തുടനീളം ഇവർ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാട്രിമോണി തട്ടിപ്പുകൾ രാജ്യത്തുടനീളം ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാട്രിമോണി ആപ്പുകളുടെ വരവോടുകൂടി അത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഭാഷയുടെ അതിർവരമ്പൊന്നുമില്ല. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ വൈഡായിട്ടുള്ളൊരു തട്ടിപ്പിൻ്റെ ലോകമാണ് തുറന്നു കിട്ടുന്നത്. കേരളത്തിലാണെങ്കിൽ കുറേ മാട്രിമോണി ആപ്പുകൾക്ക് ക്രിസ്ത്യൻ മാട്രിമോണി, ഹിന്ദു മാട്രിമോണി, ഈഴോ മാട്രിമോണി, നായർ മാട്രിമോണി, അങ്ങനെ പല രീതിയിലുള്ള വിഭാഗത്തിലുള്ള മാട്രിമോണി സൈറ്റുകളുണ്ട്. ഇതൊക്കെ കൂടാതെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളായി പോലും മാട്രിമോണി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതിലേക്ക് വീഴാതിരിക്കാൻ നമ്മളെ ഈ സാമ്പത്തിക തട്ടിപ്പുകളിൽ വീഴുന്ന ഹണി ട്രാപ്പുകളിൽ പെടുന്നത് പോലെയാണ് ഈ ഒരു മാട്രിമോണി തട്ടിപ്പുകളിലേക്ക് വീണു പോകുന്നവർ. ഇവരുടെ ഒരു വിവാഹബന്ധം സ്വപ്നം കണ്ട് ഒരു വധുവായി
ഒന്നുമില്ലെങ്കിൽ പോലും അവളെ വധുവായി സ്വീകരിച്ച് ഒരു സ്വസ്ഥമായ കുടുംബജീവിതം സ്വപ്നം കാണണമെന്ന് ആഗ്രഹിച്ചായിരിക്കും കല്യാണം കഴിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ അവസാനമാണ് ഇത്തരത്തിലുള്ള നൂലാമാലകളിലേക്ക് പെട്ടുപോകുന്നത്. ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവർ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ ബീഹാറിലാണ് ജോലി ചെയ്തു വരുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ബീഹാറിലേക്ക് തിരികെ പോവുകയാണെന്ന് പറയും. അങ്ങനെ ബീഹാറിലേക്ക് തിരികെ പോകുന്നവരെ പിന്നെ കാണില്ല. ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് വിളിച്ച് ബന്ധം പുതുക്കും എന്നുള്ളത് കൊണ്ട് അത് കൂടുതൽ അതൊരു പോലീസിലേക്ക് പരാതിയായിട്ട് ആ ഒരു സംഭവങ്ങളൊന്നും മാറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവരോട് ആധാർ ചോദിക്കുമ്പോൾ പറഞ്ഞു ആധാർ അമ്മയുടെ കൈവശമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആധാറൊക്കെ ഡിജിറ്റലായിട്ട് എടുക്കാൻ ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അവർ വീണ്ടും കള്ളത്തരം പറയുന്നു. ആധാറിൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ എൻ്റെ അമ്മയുടേതാണ്. അപ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ലാത്തൊരു കല്യാണമാണ് ഇവർ കഴിക്കാൻ വന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംശയങ്ങൾക്കൊടുവിലാണ് ഈ ബാഗ് പരിശോധിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇയാൾ എത്തുന്നത്. അങ്ങനെയാണ് ഈ രേഷ്മയുടെ കള്ളി വെളിച്ചത്താകുന്നതും ഇപ്പോൾ അറസ്റ്റിലാകുന്നതും. അതിനുശേഷം ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇനി ഒരിക്കലും പുറത്തേക്ക് വിടരുത്, തന്നെ പുറത്തിറക്കിയാൽ ഇനിയും സ്നേഹത്തിന് വേണ്ടി താൻ സമാന രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ ക്രൈമുകൾ ആവർത്തിക്കുമെന്നാണ്. ഇവർക്ക് സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദവും അതോടൊപ്പം PhDയും ഉണ്ടെന്നാണ് ഇവർ പോലീസിനോടടക്കം പറഞ്ഞിരിക്കുന്നത്. അതിലെ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പം എന്തായാലും അരിനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത രേഷ്മ 30 വയസ്സുകാരിയായ ഉദയംപേരൂർ സ്വദേശിനി രേഷ്മ നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് കഴിയുന്നത്. അതിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷമാണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുകയുള്ളൂ. കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിൽ പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചേക്കും.